ജൂബീസ് ടേസ്റ്റ് ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാവുന്ന പഴം, നമ്മുടെ ചെറുപഴമില്ലേ, ഏത് പഴം എടുക്കാം. പാളയംകോടനോ അല്ലെങ്കിൽ പൂവനോ ഏത്തപ്പഴമോ ഒക്കെ ആവാം കേട്ടോ, റോബസ്റ്റായോ ഒക്കെ ആവാം. അപ്പോൾ ഇത് വാഴയിലയിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് വാഴയിലയിലും ചെയ്യാം. വാഴയിലയിൽ ചെയ്യുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റാണ്. നമുക്ക് വേഗം തയ്യാറാക്കി എടുക്കാവുന്നതാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടിട്ട് വരാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പൂവമ്പഴമാണ് കേട്ടോ. ഇത് വീട്ടിലുണ്ടായ പഴം തന്നെയാണ്. അപ്പോൾ തൊലിയൊക്കെ കറുത്തു. അപ്പോൾ നമുക്ക് ഇത് വെറുതെ തിന്നാൻ പ്രയാസമാണ്. അതുകൊണ്ട് ഞാനിത് നമ്മളിത് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ പഴം ഞാനിവിടെ 6 എണ്ണം എടുത്തിട്ടുണ്ട്. ചെറുതായതുകൊണ്ട് 7 എണ്ണം എടുത്തു. വലിയ പഴമാണെങ്കിൽ ഒരു 4 എണ്ണമൊക്കെ മതി കേട്ടോ. അപ്പോൾ തൊലി കളഞ്ഞിട്ട് നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ബൗളിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് സ്മാഷ് ചെയ്യണം കേട്ടോ. തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. സ്മാഷ് ചെയ്യാനായിട്ട് നമുക്കൊരു ഫോർക്ക് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ ഞാനിവിടെ സ്മാഷ് പൊട്ടറ്റോ ഒക്കെ സ്മാഷ് ചെയ്യില്ല, അത് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. മിക്സിയിൽ ഇടുന്നേക്കാളും നല്ലത് ഇങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ നന്നായിട്ടിത് ഒന്ന് സ്മാഷ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ശർക്കര. ഇത് ഞാൻ പൊടി ശർക്കര ഉള്ളതുകൊണ്ട് 1/2 കപ്പ് ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നല്ല ശർക്കരയാണ് കേട്ടോ, കല്ലൊന്നുമില്ല. ഇനിയിപ്പോൾ പൊടി അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഒരു പാത്രത്തിലിട്ട് ഉരുക്കിയിട്ട് അരിച്ച് വേണം, കല്ലൊക്കെ കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. ഇങ്ങനത്തെ ശർക്കര വാങ്ങിച്ചു വെച്ചാൽ നമുക്ക് എളുപ്പമുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വേഗം ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ശർക്കര ചേർത്തിട്ട് നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1/2 കപ്പ് തേങ്ങ ചേർക്കുന്നുണ്ട്. 1/2 കപ്പ് ശർക്കര ചേർത്തു, 1/2 കപ്പ് തേങ്ങയും ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ തേങ്ങ ഇവിടെ എന്താണ് പറയുക, ഇത് ഫ്രിഡ്ജിൽ ഇരുന്നുകൊണ്ട് ഇത്തിരി കട്ട പിടിച്ചിരിപ്പുണ്ട് കേട്ടോ. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന 1/2 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ. വറുത്ത അരിപ്പൊടിയാണ് ചേർക്കുന്നത്. വറക്കാത്തായാലും കുഴപ്പമൊന്നുമില്ല. ഗോതമ്പ് പൊടി ചേർത്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതും 1/2 കപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോഴാണ് ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ആവുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് സാധനങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇത് ഏലക്കാപ്പൊടിയാണ്. ഏലക്കാപ്പൊടി ഒരു 1/2 സ്പൂണ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ജീരകത്തിൻ്റെ പൊടി. ജീരകപ്പൊടി വേണമെന്നില്ല, വെറുതെ ജീരകം ഇട്ട് കൊടുത്താലും മതി. പിന്നെ ഒരു പിഞ്ച് ഉപ്പ് നമ്മൾ ചേർക്കാറുണ്ടല്ലോ, ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർക്കണം. ശർക്കര ചേർക്കുന്നതിനൊക്കെ അല്പം ഉപ്പ് ചേർക്കാറുണ്ട്. ഇനി ഇതിനകത്ത് പഞ്ചസാര ഒരു 1/2 സ്പൂണ് ചേർത്ത് കൊടുത്താൽ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം, ഇല്ലെങ്കിൽ ചേർക്കണ്ട. ഞാനൊരു 1/2 സ്പൂണ് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ടേസ്റ്റ് ഒന്നുകൂടെ കൂടുതലായി കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ അടകൾ വേറെ തരത്തിൽ ചെയ്യാറുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവനെ ഒന്ന് സബ് ചെയ്യണേ. ഇത് എള്ളാണ്. ഒരു 3/4 സ്പൂണ് എള്ളും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഇടുമ്പോൾ ഒരു കാണാൻ നല്ലൊരു ടേസ്റ്റും ഉണ്ട് ഇതിന്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ പഞ്ചസാരയുടെ കാര്യം, 1/2 സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഒരു സാധനം കൂടി ചേർക്കാനുണ്ട്. അത് ഓപ്ഷണലാണ്. അത് എന്താ പറഞ്ഞാൽ നെയ്യാണ്. നെയ്യ് ചേർക്കുമ്പോൾ ഒന്ന് നല്ല സോഫ്റ്റ്നെസ് കിട്ടും, നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യണ്ട. അപ്പോൾ എല്ലാം നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ഇല, നമുക്ക് ഇവിടെ വഴനയിലാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. അത് നല്ലപോലെ കഴുകി വെച്ചിട്ടുണ്ട്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുമ്പിൾ പോലെ ആക്കിയിട്ട് ഒരു അറ്റം ഇത്തിരി നീണ്ടു നിൽക്കണേ. നമുക്ക് അതിനുള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടതാണ്. എന്നിട്ട് നമുക്ക് ഈ നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് 1 സ്പൂണോ 1.5 സ്പൂണോ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇലയൊന്ന് മടക്കി എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി വെക്കണം. ഇങ്ങനെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. എൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ നമുക്ക് എല്ലാ അടയും നമുക്കിതുപോലെ പരത്തിയെടുക്കാം. ഇനി എന്നിട്ട് നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിൽ വെച്ച് ഒരു 10 മിനിറ്റ് ആവി വരുത്തി എടുത്താൽ നന്നായിട്ട് വേകും. ഞാൻ പറഞ്ഞല്ലോ 10-15 മിനിറ്റ് കൊണ്ട് നമുക്കിത് വേഗം കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ശരിയാക്കി
കൊടുത്താൽ അവർക്കൊക്കെ ഇഷ്ടപ്പെടും. കുട്ടികൾക്കെന്നല്ല വലിയവർക്കൊക്കെ നല്ലതാണിത്. നല്ല ഹെൽത്തിയായ ഒരു പലഹാരമാണ്. അപ്പോൾ വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആ തട്ടിലേക്ക് ഇത് വെച്ച് കൊടുക്കുന്നുണ്ട്. 10 മിനിറ്റ് നേരം വെന്ത് കഴിയുമ്പോൾ നമുക്ക് അട എടുത്ത് നോക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ള അട കിട്ടും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ഇതിൻ്റെ കമൻറ്റ് അറിയിക്കണേ. അടുത്ത നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.